Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. അപ്പോൾ LPSA UPSA മെഗാ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഒരുപാട് NCA നോട്ടിഫിക്കേഷൻസ് ഒപ്പം വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോഴും നിലവിൽ ജില്ലകളിൽ ചില NCA നോട്ടിഫിക്കേഷൻസ് വിളിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. അത് ഏതൊക്കെ ജില്ലകളിലേക്കാണ്, ഏതൊക്കെ കാറ്റഗറീസിലേക്കാണ് നമുക്ക് നോക്കാം. ഒപ്പം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും അതോടൊപ്പം തന്നെ NCA പോലൊരു എക്സാമിന് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ത്രൂ ഔട്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 212/2023 മുതൽ 214/2023 ആണ്. വിളിച്ചിരിക്കുന്നത് എന്താ പറയുക 212/2023 എന്ന് പറയുന്ന ST കാൻഡിഡേറ്റ്സിന് കണ്ണൂരും കാസർഗോഡുമാണ്. രണ്ടിടത്തും 2 വേക്കൻസി വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 213/2023 SC കാൻഡിഡേറ്റ്സിനാണ്. കാസർഗോഡാണ് 13 വേക്കൻസി അവിടെ ഉണ്ട്. അതുപോലെ 214/2023 SCCC കാസർഗോഡ് 3 വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും വേക്കൻസി അല്ലേ ഉള്ളൂ, ഇതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഏതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂടാതെ തന്നെ 215/2023 ഹിന്ദു നാടാറ് 4 ജില്ലകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്. ഇനി അതുകൂടാതെ തന്നെ നോക്കിക്കേ വന്നിരിക്കുന്ന ധീവര പാലക്കാട് കമ്മ്യൂണിറ്റി തമിഴ് മീഡിയമാണ് കേട്ടോ. തമിഴ് മീഡിയം വിളിച്ചിട്ടുണ്ട് 2 വേക്കൻസി. ആൻഡ് നോക്കിക്കേ അതുകൂടാതെ കാറ്റഗറി നമ്പർ 216/2023 പാലക്കാട് ധീവര കാൻഡിഡേറ്റ്സ് തമിഴ് മീഡിയമാണ്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പം നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. സെപ്റ്റംബർ 20-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം പലരും ഇങ്ങനെയുള്ള NCA നോട്ടിഫിക്കേഷൻസ് വരുന്നതൊന്നും അറിയാറേ ഇല്ല, അല്ലെങ്കിൽ ബോധേഡ് ആവാറേ ഇല്ല. NCA അല്ലേ, നമുക്ക് മെഗാ നോട്ടിഫിക്കേഷനിൽ നോക്കാം എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് കൂടുതൽ. അതുപോലെ വേക്കൻസിയുടെ എണ്ണം കാണുമ്പോൾ വീണ്ടും ഉദ്യോഗാർത്ഥികൾ പിന്നോട്ട് വരും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന NCA നോട്ടിഫിക്കേഷൻ പ്രകാരം അന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒഴിവെന്ന് പറയുന്നത് 20 വേക്കൻസിയുടെ അടുത്താണ് മാത്രമാണ് എന്താ പറയുക ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ഇന്ന് അവിടെ 73 അഡ്വൈസ് NCA നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന എക്സാമിന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇതിൻ്റെ ഏകദേശം 4-5 ഇരട്ടി വേക്കൻസി 3 വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മാത്രം ഉള്ളൂ എന്ന് ചിന്തിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതെയോ പഠിക്കാതെയോ ഇരിക്കരുത്. ഓക്കെ. ഇനി 20-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇവിടെ പാലക്കാട് ജില്ലക്കാർക്ക് മാത്രമാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലക്കാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഏത് ജില്ലയിൽപ്പെട്ടവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഏത് ജില്ലയിൽപ്പെട്ടവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഒരു ഗവൺമെൻറ് ജോലിയാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ NCA നോട്ടിഫിക്കേഷനും പഠിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തൊക്കെയാണ് പ്രയോജനം? നമുക്കറിയാം LP UP നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. ഏകദേശം നമ്മൾ ഒരു 8000-ലധികം ഉദ്യോഗാർത്ഥികളുമായിട്ട് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒരു NCA നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ മത്സരിക്കുന്നത് അതിൻ്റെ നിസ്സാരം ശതമാനത്തിലേക്ക് തന്നെ മാറിപ്പോവുകയാണ്. ഏകദേശം അതിൻ്റെ ഒരു 25% ഉദ്യോഗാർത്ഥികൾ പോലും ഇവിടെ വരുന്നില്ല. ഈ ഒരു പരീക്ഷയ്ക്ക് NCA നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ അവിടെ വരുന്നില്ല. കാരണം അത് കാറ്റഗറി ബേസ്ഡ് എക്സാം ആണ്. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മത്സരിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയാണ് പ്രധാനമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ NCA പറയുന്ന എന്താ പറയുക ഈ ഒരു കാറ്റഗറീസിൽ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ പ്രൊഫൈൽ നമ്മൾ എപ്പോഴും കയറി ചെക്ക് ചെയ്യണം. അല്ലാതെ ഇനി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ചെക്ക് ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കാതിരിക്കുക. കാരണം NCA നോട്ടിഫിക്കേഷൻസ് വരും. നിങ്ങളിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തരം തൊഴിൽ വാർത്തയോ അല്ലെങ്കിൽ കൃത്യമായ അപ്ഡേറ്റ്സോ അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതല്ല, നമ്മൾ കൃത്യമായി നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ജില്ലയോ ആയിക്കോട്ടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഗവൺമെൻറ് ജോലിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും NCA ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രിയങ്കയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പ്രിയങ്ക LPSA UPSA NCA കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത് ഇപ്പോൾ സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. ആ കുട്ടിക്ക് മെയിൻ എക്സാമിന് വിചാരിച്ച അത്രയും നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും NCA എന്ന് പറയുന്ന ഒരു അവസരം കൃത്യമായി ഉപയോഗിക്കുകയും ഇപ്പോൾ സർവീസിലിരിക്കുകയും ചെയ്യുകയാണ്. അതായത് മെയിൻ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്നതിന് മുൻപേ
NCA ഉദ്യോഗാർത്ഥിയായ അല്ലെങ്കിൽ NCA കാറ്റഗറിയിൽ മത്സരിച്ച പ്രിയങ്കയ്ക്ക് സർവീസിൽ കയറാൻ പറ്റി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കുറച്ച് പേരോട് മാത്രമാണ് നിങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എല്ലാ ജില്ലകളിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. മടിക്കാതെ അപ്ലൈ ചെയ്യുക, പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങുമ്പം NCA അല്ലേ, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കരുത്. NCA ആണ്, നന്നായി പഠിക്കണം എന്ന് തന്നെ ചിന്തിക്കുക. കാരണം ഇവിടെ പഠിക്കുന്ന ആൾക്ക് ജോലി ഉറപ്പാണ്. ആ രീതിയിൽ തന്നെ പഠിക്കുക. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കഴിഞ്ഞ മെഗാ നോട്ടിഫിക്കേഷനിലും 2019 വന്ന നോട്ടിഫിക്കേഷനിലും നമ്മുടെ 1500ഓളം കുട്ടികളാണ് സർവീസിൽ കയറിയിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പം നടന്ന എല്ലാ NCA പരീക്ഷകളിലും നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 2022 നടന്ന NCA നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷയിൽ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. പ്രിയങ്കയെ പോലുള്ളവരുടെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മാത്രം പോരെ, തീർച്ചയായിട്ടും പഠിക്കുക. ഒപ്പം നല്ലോണം വർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് എക്സാംസ് എഴുതി ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ NCA എക്സ്ക്ലൂസീവ് ബാച്ചസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ നോട്ട് ചെയ്തോളുക, 8589083568. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യൂ, ജോയിൻ ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാം. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.